ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജി എന്താണ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിന്തകൾ, അവരുടെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർത്തും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. സോ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ബ്യൂട്ടി, റിലേഷൻ വൈസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടുപേരും രണ്ട് തട്ടിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിന് ചില സിമിലാരിറ്റീസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. അത്തരം വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി വന്ന് പെട്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരു സാഹചര്യവും കൂടി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് കൂടി ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു ബന്ധമാണ്. അതായത് അവർ മാനസികമായിട്ട് ഒരു തൃപ്തിയോടെ കണ്ടിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത്. പക്ഷേ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ ചില സമയത്ത് ഒരു ബാധ്യതയായി തോന്നുന്ന ആ ഒരു തരത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് കാണുന്നത്. അതായത് താങ്ങാവുന്നതിലധികം ഭാരം ഒരു പേഴ്സണ് വരുമ്പോൾ അത് ഇറക്കി വെക്കുന്നത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള മറ്റൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അപ്പം ആ ഒരു റിലേഷൻഷിപ്പിലുള്ളത് ആരാണെങ്കിലും രണ്ട് ഭാഗത്തു നിന്നുമുള്ള ആ ഒരു ഭാരം വന്നപ്പോൾ, മുന്നോട്ട് പോകുന്നതിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നപ്പോൾ നിങ്ങളെ ഇറക്കി മാറ്റി നിർത്തിയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരേ സമയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളുണ്ടാവുക, ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കും. ഏതെങ്കിലും ഒരു കാര്യം ഇനി ചുമക്കണ്ട എന്ന തരത്തിൽ അവർ മാറ്റി നിർത്തും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്, ചൂസ് ചെയ്തതുമൊക്കെ നെക്സ്റ്റായിട്ട് വന്ന ആ ഒരു റിലേഷൻഷിപ്പിനാണ്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് അവർ ആ ഒരു സമയത്ത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. ഈ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം നിങ്ങൾക്കൊരിക്കലും താങ്ങാൻ പറ്റാത്തതാണ്, അല്ലെങ്കിൽ അത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകണമെന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ ലൈഫിന് ഭീഷണിയായിട്ട് മറു സൈഡിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഒരിക്കലും നിങ്ങളെ അവഗണിക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ തേർഡ് പാർട്ടി ആയിരിക്കും ഉപേക്ഷിക്കുക, അല്ലാതെ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. ഒരു കാരണവശാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരുന്നത്. നിങ്ങളെ വിട്ടുപോയ ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ വിചാരമെന്ന് പറയുന്നത് നിങ്ങൾ വേദനിക്കുന്നെങ്കിൽ വേദനിച്ചോട്ടെ എന്ന് കരുതി അവരുടെ കാര്യം മാത്രം സേഫ് ആകണം എന്ന് വിചാരിച്ചു പോയ വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു റിഗ്രറ്റ് ഉള്ളതായിട്ട്, അല്ലെങ്കിൽ
ചെയ്തു പോയതെല്ലാം തെറ്റായി പോയി എന്നൊരു കുറ്റബോധം വന്നിട്ടുണ്ട്. അന്നവർക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഇല്ല. കുറ്റബോധം ഉണ്ടെങ്കിൽ അന്ന് അവർ ഇത്തരത്തിൽ ചെയ്യില്ല. ഇപ്പോൾ അവർക്ക് ഒരു ഗിൽറ്റി കോൺഷ്യൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള അല്ലെങ്കിൽ ഒരു അഡ്വൈസൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ്. ചിലപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ചില അറിവുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും സ്ട്രഗിൾസൊക്കെ ഇവർക്കുണ്ടാകുമ്പോൾ ഒരു അഡ്വൈസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. തീർച്ചയായിട്ടും അവരെക്കാൾ ഒരു പടി കൂടി മുന്നിലായിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അത്രയും എനർജിയിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് തന്നെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് പോലത്തെ ഏതെങ്കിലും ഒരു സാഹചര്യമാകാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള ആ ഒരു എനർജി ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ളൊരു മനംമാറ്റം ആ ഒരു തരത്തിലാണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. തീർച്ചയായും ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷമല്ല. ഒരുപക്ഷെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരെയധികം എനർജിയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതിലവർക്ക് പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് ഒട്ടും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കുന്നില്ല. കൂടുതലും പ്രശ്നങ്ങളാണ്. അവിടെയുള്ള വ്യക്തിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരാൻ കാരണവും ഇതുതന്നെയാണ്. അതായത് ഇപ്പോൾ അവരുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ വിചാരിച്ച പോലെ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് ഇത്തരത്തിൽ ഉള്ള തെറ്റുകളൊക്കെ കാണിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ അത്ര ചങ്കൂറ്റത്തോടു കൂടി കയറി വരാൻ അവർക്ക് തോന്നുന്നില്ല. അവർ പലതവണ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ചില കേസിൽ അവർ നിങ്ങളിലേക്ക് വരുന്നത് ഒരു ക്ലാരിറ്റി തരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കുന്നതിലോ ഒന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അതിലുപരി എത്രയും വേഗം നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതായത് അവരുടെ താളം തെറ്റിക്കിടക്കുന്ന മാനസിക നില ഒന്ന് ബാലൻസ് ചെയ്യണം. അതിന് നിങ്ങൾ അവരുടെ അടുക്കൽ വേണം. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഇനി വരുന്നത് നിങ്ങളുടെ ബന്ധം തന്നെ പഴയതുപോലെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനോ അല്ല. നിങ്ങളുമായിട്ട് ഒരു ബന്ധം തന്നെ പഴയതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇനി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്തു പോയ തെറ്റിന് നിങ്ങളോട് ക്ഷമ പറയാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടത് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫാണ്. അപ്പോൾ ആ ഒരു ലൈഫിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് വരാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു കംഫേർട്ട് സോൺ എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയാവാം നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പുതിയൊരു തലത്തിലേക്ക് ചെന്നെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്തോഷവും സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ പുതിയൊരു ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.